KPCC പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കമാണ് പ്രധാന അജണ്ട. KPCC പുനഃസംഘടനാ തർക്കങ്ങളും ചർച്ചയായേക്കും. വിവരങ്ങളുമായി സലിം മാലിക് ചേരുന്നുണ്ട്. സലിം, ഇപ്പോൾ പെൻഷൻ വർധന, ഇന്നത്തെ അതിദരിദ്ര കേരള മുക്ത പ്രഖ്യാപനം, അത് ഉറപ്പായും അത് വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. എങ്ങനെ നേരിടണം എന്ന ആലോചന യോഗത്തിലുണ്ടാവോ സലിം? ആലോചന കൂടി പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള KPCCയുടെ ആദ്യ യോഗമാണ് അല്പസമയം മുൻപ് ഇന്ദിരാഭവനിൽ ആരംഭിച്ചത്. വിശാലമായ ചർച്ചയാകും ഇതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ യോഗത്തിലുണ്ടാവുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ചർച്ച തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സ്വീകരിക്കേണ്ട അജണ്ടകളുമാണ്. ആ അജണ്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാകും ഇന്നത്തെ ഈ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ഏത് നിലയിൽ പ്രതിരോധിക്കണം എന്നുള്ളത്. ഇതിനോടകം തന്നെ ആ പ്രഖ്യാപനം തട്ടിപ്പാണ് എന്നൊരു നിലപാടാണ് കോൺഗ്രസിനുള്ളത്. ആ നിലപാട് പൊതുസമൂഹത്തിലേക്ക് കൂടി എത്തിക്കുകയും ഈ അതിദരിദ്രരുടെ കണക്കും ഒപ്പം തന്നെ നിലവിൽ പറയുന്ന പരമദരിദ്രരുടെ കണക്കും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പട്ടിക പുറത്തിറക്കാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് CPIMന്റെ പ്രകടന പത്രികയിൽ 2021 പ്രകടന പത്രികയിൽ 4.5 ലക്ഷം പരമദരിദ്രരുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ അതിദരിദ്രരെയും പരമദരിദ്രരെയും തീരുമാനിക്കുന്ന മാനദണ്ഡം എന്താണ് എന്നുള്ളതാണ് കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യം. അക്കാര്യങ്ങളൊക്കെ പൊതുസമക്ഷം എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവും പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് തന്നെ ഉണ്ടാകും. വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ അതത് ജില്ലാ നേതൃത്വത്തോടും ആ ജില്ലാ നേതൃത്വം താഴെത്തട്ടിൽ ബ്ലോക്ക് തലങ്ങളിലേക്കും ഇതിനോടകം തന്നെ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തർക്കങ്ങളില്ലാതെ തന്നെ കൂടുതൽ യുവാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാവണം മുകളിലേക്ക് അയക്കേണ്ടത് എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.